ഹലോ, ഇന്നത്തെ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ഇൻഫോർമേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റോറീസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു 15 ദിവസത്തെ DIY സീരീസ് സ്റ്റാർട്ട് ചെയ്യാണെന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണിക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും, അതായത് എൻ്റെ ചാനലിലെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഏതായാലും വീഡിയോ കാണാം. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു സീരീസ് തുടങ്ങുക, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സീരീസ് പോലെ. പക്ഷെ അത് എവിടെ എത്തിയില്ല. ഒന്നാമത് എത്താത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഇത്രയും പേരുണ്ടെങ്കിൽ നമുക്ക് പ്രോത്സാഹനം എവിടെ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം വൃത്തിയിൽ വെടിപ്പിൽ ചെയ്താലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ ഒരു നിവൃത്തി, ഒരു മൂഡും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ മൂഡോട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ഇങ്ങനെ മാറ്റി ഇങ്ങനെ നിന്നത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു ഇത് വിൻ്ററൊക്കെ ആയില്ലേ, ചർമ്മ സംരക്ഷണം കുറച്ചധികം എല്ലാവരും നോക്കുന്നൊരു കാര്യമാണ്. സ്കിൻ മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സമയമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. ഇന്ന് ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് വെച്ച് നാളെ തന്നെ നമ്മൾ സ്കിൻ കെയർ തുടങ്ങില്ല. കാരണം നമുക്കായാലും എനിക്കായാലും നിങ്ങൾക്കായാലും സാധനങ്ങൾ ഇപ്പം എൻ്റെ കൂടെ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വേണം. അപ്പോൾ ഞാൻ എന്ത് സാധനങ്ങളാണ് ഉപയോഗിച്ചത് നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പോണത് നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ ഓൾറെഡി ഒരു 15 റെസിപ്പി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ, ഷൂട്ടിങ് തുടങ്ങുന്നേ ഉള്ളൂ, ഓരോന്നിൻ്റെ ആയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഇവിടെ കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഓൾറെഡി എല്ലാം കൂടെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 15 ഡേയ്സിൻ്റെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, ഒരു തക്കാളി വേണം, ക്യാരറ്റ് വേണം, ഒരു ഉരുളക്കിഴങ്ങും കൂടെ വേണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അടുക്കളയിൽ നടക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സാധാരണ സ്കിൻ കെയർ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലുള്ള സാധനങ്ങളാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം, ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഉണക്കി പൊടിക്കുകയാണെങ്കിൽ അത് ചെയ്യാം, നല്ലതാണ്. ഓപ്ഷൻ ഏറ്റവും ബെറ്റർ അതാണ്, നമുക്ക് ഉണക്കി പൊടിക്കാം. പിന്നെ ഇന്ന് എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടണമുണ്ട് വാങ്ങിക്കാൻ എന്നുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇനി എന്തൊക്കെയാണ് നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ആദ്യം നമുക്ക് ഓട്സിൻ്റെ പൗഡർ വേണം. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ ഈ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടു പോയാലോ എന്നുള്ളൊരു ഭാഗങ്ങൾ, അതുകൊണ്ട് മാത്രമാണ്. ഓട്സിൻ്റെ പൗഡർ വേണം, നമുക്ക് മുൾത്താണി മിട്ടി വേണം, റോസ് പെറ്റൽസിൻ്റെ പൗഡർ വേണം, ക്ലേ പൗഡർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, അത് വേണം. അതുപോലെ തന്നെ റോസ് വാട്ടർ വേണം, അലോവേര ജെല്ല് വേണം. പിന്നെ നമുക്ക് നെല്ലിക്കയുടെ പൗഡർ വേണം. ഇങ്ങനെ അത് കൂടാതെ നമുക്ക് ചെറുനാരങ്ങയുടെ പൗഡർ കിട്ടും, പീൽ ഓഫ് പൗഡർ കിട്ടും, അത് വേണം. ഓറഞ്ച് പീൽ ഓഫ് പൗഡർ വേണം. പിന്നെ നമുക്ക് അലോവേരയുടെ പൗഡറും കൂടെ വേണം. ഇത്രയും സാധനങ്ങൾ മാത്രം മതി 15 ദിവസത്തേക്ക്. നമ്മൾ ഇത് തന്നെയാണ് മാറിയും മറിച്ചും ഒക്കെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാ സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച്, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് പ്രിപ്പയർ ആക്കി വെക്കുക. പിന്നെ പാല്, തൈര്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതുകൊണ്ടാണ് അതൊന്നും എക്സ്ട്രാ പറയാത്തത്. ഈ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കുക. ഇത് എപ്പോഴും തൊട്ടാണോ ഞാൻ നമ്മുടെ സ്കിൻ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തൊട്ട് 15 ദിവസം മുടങ്ങാണ്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ പ്രചോദനം ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും വീഡിയോ ചെയ്യാനേ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മളിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ വീഡിയോ കാണാത്തതാണ് നമ്മൾ കരുതുന്നത്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ ഇഷ്ടപ്പെടാണ്ടിരിക്കേണ്ട കാര്യം എന്താണെന്ന് ആലോചിച്ചിട്ട് അറിയുന്നില്ല. ഇപ്പം നമ്മുടെ ചാനൽ എടുത്താൽ തന്നെ ഒരു 25,000-ന് മേലെ ആൾക്കാരുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വീഡിയോ പോലും 1,000 പേര് പോലും കാണുന്നില്ല എന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയണ്ടായിരുന്നു. അപ്പോൾ അതെന്താ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞിരുന്നേ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ സീരീസ് ഏതായാലും തുടങ്ങാൻ പോവാണ്. അപ്പോൾ എപ്പോഴാണെന്നുള്ളതൊക്കെ ഞാനൊരു ചെറിയ ടീസർ പോലെ നിങ്ങൾക്ക് ഒക്കെ തരുന്നതായിരിക്കും, അപ്ഡേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇൻഫർമേഷൻ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, എല്ലാം കമ്മിങ് സൂൺ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും പറയുന്നില്ല. നിങ്ങൾ സ്കിൻ കെയർ സീരീസിന് തയ്യാറാണെങ്കിൽ ഒബ്വിയസ്ലി കാത്തിരുന്നോളൂ. ഈ 2 ആഴ്ചയുടെ ഉള്ളിൽ ഉറപ്പായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.
അപ്പം എനിക്ക് സ്കിൻ കെയർ സീരീസിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.